ഇന്ന് നമ്മൾ അൽഫാം ഉണ്ടാക്കുകയാണേ. നമ്മൾ കടയിൽ പോയപ്പം അൽഫാമിൻ്റെ പാക്കറ്റ് മേടിച്ചായിരുന്നു. അപ്പം അത് വെച്ച് അൽഫാം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ആ പാക്കറ്റിനകത്ത് എഴുതിയിട്ടുണ്ട് അത് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. എന്നാലും നമ്മൾ കേൾക്കില്ലല്ലോ. നമ്മുടെ വീട്ടിൽ കിടക്കുന്ന മസാലയും കൂടെ അതിനകത്തോട്ട് ചേർത്താലേ നമുക്കൊരു ആശ്വാസമുള്ളൂ. അങ്ങനെ കുറച്ചുകൂടെ ചതച്ച മുളക്, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ലേശം ഉപ്പ് ഇട്ടുള്ളൂ. ഉപ്പ് ഓൾറെഡി ആ പൊടിക്കകത്തുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നാരങ്ങ നീര് കടയിൽ നിന്ന് മേടിച്ചപ്പോൾ ആകെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാന്ന് വെച്ചാൽ പിഴിഞ്ഞിട്ട് ഒരു നാരങ്ങ 3 നാരങ്ങ പിഴിഞ്ഞിട്ട് ഒരു നാരങ്ങയുടെ നീര് പോലും എനിക്ക് കിട്ടിയില്ല. ഉള്ളത് വെച്ച് ഓണം പോലെയെന്ന് പറഞ്ഞ പോലെ അങ്ങനെ അങ്ങ് ഇട്ട് അതിനകത്തുള്ള കുരുവും കൂടെ എടുത്ത് കളയണില്ലെങ്കിൽ ചിലപ്പം കഴിച്ചാലോ. കുരു കൂടെ പെറുക്കി കളഞ്ഞ് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇച്ചിരി വെള്ളം ചേർത്ത് എണ്ണ ചേർത്തിട്ടൊന്ന് അതിനകത്ത് എഴുതിയായിരുന്നു മിക്സ് ചെയ്യാൻ. പക്ഷെ നമ്മൾ എണ്ണ ചേർത്തില്ല, വെള്ളം ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തു. നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ചിക്കനും കൂടെ ഇട്ട് നല്ലതുപോലെ കുഴച്ച് വെച്ച് നമ്മൾ ഒരു 1-2 മണിക്കൂർ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇവിടെ എല്ലാവർക്കും വിശന്നിരിക്കുവാണേ. അതുകൊണ്ട് ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പോലും ഇവിടെ സമ്മതിക്കുന്നില്ലായിരുന്നു. എന്നാലും പോട്ട് ഒരു 5 മിനിറ്റിൽ ഞാൻ വെക്കട്ടെ എന്ന് പറഞ്ഞ് ഫ്രീസറിനകത്തോട്ട് ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ എയർ ഫ്രയറിനകത്തോട്ട് വെക്കുന്നത്. 200 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് വെച്ചാൽ മതി, കുക്കായിക്കോളും. നമ്മൾ കടയിൽ നിന്ന് ചിക്കൻ മേടിച്ചപ്പം വലിയ ചിക്കനായിട്ടാണ് മേടിച്ചത്. സ്കിന്ന് കളഞ്ഞായിരുന്നു കേട്ടോ. സ്കിന്നോട് കൂടിയിട്ടൊന്നല്ല വെക്കുന്നത്. അപ്പോൾ വലിയ ചിക്കൻ മേടിച്ചപ്പം അത് അതിനകത്തോട്ട് വെച്ച് വരുമ്പം വെന്ത് വരാൻ വേണ്ടിയിട്ട് സമയം എടുക്കും. അപ്പോൾ ഞാനത് കുറച്ച് പീസാക്കിയായിരുന്നു. പീസാക്കി കഴിഞ്ഞിട്ട് മസാലയൊക്കെ പുരട്ടിയത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ 25 മിനിറ്റ്സ് മതി. അതിൻ്റെ ഇടയ്ക്ക് അതൊന്ന് തുറന്നിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. 2 വശവും നല്ല സൂപ്പറായിട്ട് വെന്തോളും. നമ്മൾ മുന്നേ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, മസാല മേടിച്ചിട്ട്. അത് പക്ഷേ വേറെ ഇതായിരുന്നു, ഈസ്റ്റേണിൻ്റെ ആയിരുന്നു. ഇത് വേറെ ഏതോ ഒരു കമ്പനിയുടെ, ഇതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, വേറെ ഏതോ കമ്പനിയായിരുന്നു. നല്ല അടിപൊളിയായിട്ട് അതുമ്പോൾ അൽഫാം എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പാക്കറ്റിൽ. എന്നിട്ട് നമ്മൾ ഇത് എയർ ഫ്രയറിനകത്തോട്ട് വെച്ച് കഴിഞ്ഞ് വെന്ത് വന്ന് നമ്മൾ സൂപ്പറായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇച്ചിരി എരിവുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു നമ്മൾ അധികം നേരം വെച്ചില്ലല്ലോ. അകത്തോട്ട് എരിവെല്ലാം കൂടെ ചിക്കനിൽ അകത്തോട്ട് മസാല നല്ലതുപോലെ പിരിക്കാനുള്ള സമയം നമ്മൾ കൊടുത്തില്ല. കുറച്ച് ചിക്കൻ നാളെയത്തോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാകുമ്പോൾ റെഡിയായി കറക്റ്റായിട്ട് നിന്നോളും. ഇത് ഇച്ചിരി എരിവുണ്ടായിരുന്നു, പക്ഷേ കഴിക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ മയണൈസും എല്ലാം, പിന്നെ ഇച്ചിരി കട്ട് ചെയ്ത വെജിറ്റബിൾസും എല്ലാം കൂട്ടിയിട്ട് നമ്മൾ കഴിക്കുവാണെങ്കിൽ സൂപ്പറായിരുന്നു കേട്ടോ.